ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, ഞാനും സീപ്പും കൂടി ഞങ്ങളൊരു സ്ഥലം വരെ പോട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകുന്നത് നമ്മുടെ കോഴിക്കോട് ആദ്യമായിട്ട് ബർഗർ വന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതാ ഇതുമാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ റീൽസ് ഇൻസ്റ്റയിൽ കണ്ടിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബർഗറല്ല ഞാൻ ഓർഡർ ചെയ്തത്, ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. ഒരു ഓർഡർ ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു, ബാക്കി എല്ലാവരും ബർഗർ ആട്ടോ വാങ്ങിയത്. എനിക്ക് ബർഗർ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ലോഡർ ഫ്രഞ്ച് ഫ്രൈസ് എനിക്കൊന്നും കൂടി ഇഷ്ടം. അങ്ങനെ ഞങ്ങളെല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർഗറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സൈബൂൻ്റെ നിന്ന് കഷ്ണം കടിച്ചു നോക്കി, നല്ല അടിപൊളി ടേസ്റ്റൊക്കെയാണ്. പക്ഷേ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് അത്ര പോരായിരുന്നു, ഞാൻ പ്ലിങ്ങായിപ്പോയി. സൈബൂനും ചൂട് കാരണം കഴിക്കാൻ കഴിയുന്നില്ല. അപ്പം പിന്നെ ഞങ്ങളിങ്ങനെ കഷ്ണമൊക്കെ കഴിപ്പിച്ച്. പക്ഷേ ഈ കടി കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അവൾ ഫുള്ളും കഴിച്ച് തീർക്കുന്നില്ല കേട്ടോ. അവൾ ആ ഒരു കടിയിൽ നിർത്തി, പിന്നെ അവൾ കഴിച്ചിട്ടില്ല. പിന്നെ അതങ്ങനെ തന്നെ ഞാൻ പാർസലാക്കി വീട്ടിൽ കൊണ്ടുപോയി വന്ന്. കാരണം എല്ലാവരും ആ ഒരു ബർഗർ കഴിച്ചപ്പോൾ തന്നെ എല്ലാവരും വയറും ഫുള്ളായി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ സരോവരത്ത് മറൈൻ വേൾഡിൽ നമ്മുടെ ഒരു ടണൽ അക്വേറിയം വന്നിട്ടില്ലേ, നമ്മൾ അങ്ങോട്ടേക്കാണ് വാട്ടർ ടണൽ അക്വേറിയം വന്നിട്ടില്ലേ, നമ്മൾ അങ്ങോട്ടൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ പോയത് പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി നല്ല സോങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സൈബുവിനെ പിടിച്ച് ഭയങ്കര ഷോ കാണിച്ച് പോയിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് തന്നെ കയറിയപ്പം കുറേ പക്ഷികളുണ്ടായിരുന്നു. തത്തൊക്കെ പോലത്തെ കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവ കുറേ എണ്ണത്തിനൊപ്പം ഇങ്ങനെ മരത്തിൻ്റെ മുകളിലും അതേപോലെ ഈ കയറുമേലൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. ജൈബ് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുക. അപ്പോൾ ഒക്കെ ഭയങ്കര എന്തോ ഒരു കൗതുകം പോലെ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തേക്ക് കയറിയപ്പോൾ ഇതാ കുറേ എന്താ പറയുക, പലതരം മുയൽ, പാമ്പ്, പൂച്ച, ഈ പേർഷ്യൻ പൂച്ചയൊക്കെ പോലത്തെ ഭയങ്കര പൂച്ച, പിന്നെ ആമ, അങ്ങനത്തെ കുറേ പക്ഷികളും ഉണ്ട്, ഇതൊക്കെ ആയിട്ടുണ്ട്. നല്ല തരം മൃഗങ്ങളൊക്കെ കേട്ടോ. നല്ല ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കാണാൻ. കുറേ എണ്ണത്തിൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല. സൈബൂനാണെങ്കിൽ ഭയങ്കര പേടി, അതാണ് ഈ കരിയുന്നത്. അവൾ അതിൻ്റെ അടുത്തേക്ക് പോലും വരുന്നില്ല. ഞാനൊന്നും അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് പോലും വരുന്നില്ല. ലാസ്റ്റ് ഞാൻ അവളെ എങ്ങനെക്കോ സോപ്പിട്ടൊക്കെ പറഞ്ഞ് ഞാൻ അവളെ എടുക്കാൻ നോക്കിയിട്ടൊന്നും വരുന്നില്ല. പക്ഷേ എങ്ങനെക്കോ ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ച് അവളെ ഞാൻ എടുത്തു. ജസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും വേണ്ട വെച്ചിട്ട് അത് ഈ ഒരു ക്ലീൻ്റെ അടുത്ത് പോയിട്ടാട്ടോ എടുത്തത്. അതാകുമ്പോൾ അവൾക്ക് പിന്നെ പേടി കുറവാണല്ലോ അണ്ണാനൊക്കെ ആകുമ്പോൾ. അപ്പോൾ ചെന്നിട്ട് കണ്ടില്ലേ, പേടിച്ചിറങ്ങി ഓടി അവിടെ പോയി. പിന്നെ ഞാൻ അവരെ ഓവർ ഇതാക്കിയില്ല. അതിന് അവസാനം പനിയിട്ട് വന്നാൽ പിന്നെ അത് മതി. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നാണ് അതിന് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. ഫുൾ ഫിഷ്, പല തരത്തിലുള്ള മീനുകൾ. എന്തൊക്കെ മീനുകളാണോ, എനിക്കിതിൻ്റെ പേര് പോലും ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഇതിൻ്റെ പേരെന്താ പോലും നോക്കിയില്ല. അവിടെ ഇത് നോട്ടൊന്നും വായിക്കാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. നല്ല നല്ല കുറേ മീനുകൾ, വലിയ മീനൊക്കെ കണ്ടില്ല, ചെറിയ ചെറിയ മീനൊക്കെ കൂടി കഴിക്കുന്ന കാണാൻ തന്നെ അടിപൊളി ഭംഗിയുണ്ടായിരുന്നു. ജൈബ് പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് ഒന്നും വരുന്നില്ല. കുറേ മക്കളൊക്കെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു, തൊട്ട് നോക്കുന്ന പോലെ കളിക്കൊക്കെ കഴിഞ്ഞ്. അതൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ഈ മീനുകളെയും വെള്ളത്തിൻ്റെ ഇടയിൽ കൂടി ഇതൊരു മത്സ്യകന്യകം പോകണ മാതിരി പോകുന്നത്. ഇവരത് വലിയൊരു രസമില്ലായിരുന്നു, രസമില്ല എന്നല്ല, രസമുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിയും അടിപൊളിയായിട്ട് വന്നത് നമ്മുടെ മത്സ്യകന്യകനെ പോലെ, മെർമെയ്ഡിനെ പോലുള്ള ഒന്ന് അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിലുണ്ടായിരുന്നു. അതായിരുന്നു അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മളതിൻ്റെ കൂടെ ഒക്കെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അത് സെൽഫിക്കൊക്കെ നിന്ന് തരുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, എല്ലാവർക്കും ഫ്രൈങ്ക്സൊക്കെ കൊടുക്കുന്നുണ്ട്, നല്ല ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഓക്സിജനൊന്നും ഇല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിൽ പോയിട്ട് ശ്വാസം എടുത്തിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. അവിടെയൊക്കെ കുറേ അധികം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നടന്ന് കുറേ മീനുകളൊക്കെ കണ്ടു. ഇതിനൊക്കെ നോക്ക് ഭയങ്കര മീൻ. അങ്ങനെ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ടണലിൻ്റെ അടിയിലെത്തി. ഇവിടെയും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും നമ്മളൊരു കടലിൻ്റെ അടിയിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ചെറിയ ചെറിയ മീനുകൾ ചുറ്റും ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ അടിയിൽ കൂടി പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സീബിൻ്റെ മുഖം കണ്ടറിയാം, പേടിച്ചോണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ പാവം അങ്ങനെ ഞങ്ങൾ ഒരുവിധമൊക്കെ ഒപ്പിച്ച് അങ്ങനെ എടുത്ത് അങ്ങനെ നമ്മുടെ മീനുകളൊക്കെ കണ്ട് കഴിഞ്ഞ് ഇങ്ങനെ നടന്നിട്ടോ. കുറേ മീനുകൾ തന്നെയാണ് ഇനി അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഫുള്ളുള്ളത്. അങ്ങനെ നമ്മൾ മീനുകളെ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തിയത് നമ്മുടെ ഈ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ്. A to Z എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ. വെറൈറ്റി അച്ചാർ ചട്ടത്. ആദ്യകാല ടേസ്റ്റൊക്കെ കൊണ്ട് ഞാൻ കഴിച്ചു നോക്കില്ല. അച്ചാർ എനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷേ ഓരോന്ന് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അച്ചാർ ഞാൻ അങ്ങനെ കൂട്ടാത്ത ഒരാളെ കൊണ്ട് വാങ്ങാൻ നിന്നില്ല. പിന്നെ ബാഗിനെ കൊടുക്കത്തല്ല, ഞാൻ ഇങ്ങോട്ട് വാങ്ങാനേ നിന്നില്ല. പിന്നെ നമ്മളെ കുട്ടിക്കാലം ഓർമ്മിപ്പിക്കുന്ന തരം നൊസ്റ്റാൾജിയോ മുട്ടായികളൊക്കെ ആയിരുന്നു.
അളിയൻ കുറച്ച് മുട്ടായിസൊക്കെ വാങ്ങിയിരുന്നു. അതിൽ നമ്മൾ എല്ലാം ഷെയർ ചെയ്ത്. പിന്നെ അവിടെ നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും കുറേ നടന്നു. കുറേ സ്റ്റേഷനറി ഐറ്റംസ് പോലത്തും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ക്ലിപ്സ്, നമ്മുടെ ഫാൻസി ഐറ്റംസും എല്ലാ സംഭവങ്ങളുണ്ട്. പക്ഷെ ഒന്നും വാങ്ങാൻ നിന്നിട്ടില്ല. പക്ഷേ ഈ ഭരണിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു കൗതുകം. കാരണം കുഞ്ഞു ഭരണി. അതൊക്കെ കഴിഞ്ഞ് നമ്മളതും കുറേ നോക്കി പോയി. അപ്പം നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരാൾക്കൂട്ടം കണ്ട് നോക്കിയപ്പോഴാണ് സംഭവം ഈ ചെങ്ങായിൻ്റെ മടിയിലൊരു പാമ്പ്. ഇത് നമ്മുടെ കയ്യിലൊക്കെ വെച്ചിരുന്നു. പക്ഷെ അപ്പുറത്തുണ്ട് ചെക്കനെ വലിച്ചിട്ടുന്നു. എനിക്ക് പേടിച്ച് കരിയ പാവം തോന്നിപ്പോയിട്ടോ. പക്ഷേ ഈ പാമ്പിനെ നമുക്ക് കൈമേൽ വെച്ചിരുന്നു. പക്ഷേ എൻ്റെ സൈബുവിനെ പേടിച്ചിട്ട് അതിൻ്റെ അയലത്ത് പോലും നിൽക്കാൻ അവൾ സമ്മതിക്കില്ല. നമ്മൾ നിന്നില്ല കേട്ടോ. എനിക്കൊക്കെ പേടിയാണ്. എനിക്ക് കണ്ടിട്ട് എന്തോ ഉറപ്പാണ്. പക്ഷേ അതിനോണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കാൻ നിന്നില്ല. അവൻ്റെ അടുത്തുള്ള പക്ഷികളൊക്കെ അടുത്തൊക്കെ. പക്ഷേ പാമ്പിനെന്തോ ഒരു പേടി പോലെ. അതിനോട് നമ്മൾ പാമ്പിൻ്റെ അടുത്തേക്ക് നോക്കിയില്ല. കുറേ ആളൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടേനു. പക്ഷെ നമ്മൾ അതിന് നിന്നില്ല. നമുക്ക് പേടിയാണ്. എന്തിനാണ് വെറുതെ. സേബ് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞ് കരിയാണ്. കാരണം അവൾക്ക് അവിടെ നിന്നിട്ട് അതിനെ പാമ്പിനെ കണ്ടിട്ട് ഭയങ്കര പേടിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്നില്ല. പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് പോയിട്ടോ. പിന്നെ ആണെങ്കിൽ പോയപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിലായിരിക്കും തോന്നുന്നു. ഞങ്ങൾ വരുമ്പോൾ അവിടെ ഫുള്ളും വലിങ്ങനെ തിരക്കൊന്നുമില്ല. പക്ഷേ ആ ആൾക്കാർ ഫുള്ള് ഇവിടെയാണ് തോന്നുന്നുള്ളത്, ഈ ഫുഡിൻ്റെ ഏരിയയിൽ നടക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് തിരക്ക് ഭയങ്കര തിരക്ക്. അപ്പോൾ പിന്നെ നമ്മൾ വേഗം പോകാമെന്ന് വെച്ച് നിന്നപ്പോഴും പെരുമഴ വെച്ചാൽ ഭയങ്കര പെരുമഴ. വെള്ളം വരെ ഒലിച്ച് ഇറങ്ങാണ്. ലാസ്റ്റ് നമ്മളിതാ ഈ ഒരു മീനിൻ്റെ വായിൽ പെട്ട അവസ്ഥ നമുക്കുള്ള വലിയൊരു മീനിൻ്റെ വായ കേട്ടോ. നിങ്ങൾ കാണില്ലേ, ഈ മീനിൻ്റെ വായിൽ നമ്മൾ പെട്ട് നിൽക്കുന്ന പോലെ ആയിപ്പോയി. കാരണം ഞങ്ങൾക്ക് വണ്ടി എടുത്ത് പോകണമെങ്കിൽ നമ്മൾ വണ്ടി പുറത്തായി വെച്ചപ്പോൾ നമുക്ക് പോകാനും കഴിയുന്നില്ല. ലാസ്റ്റ് ഒരു വിധത്തിൽ ഭയങ്കര ഇടി മഴയൊക്കെ ഉണ്ട്. ലാസ്റ്റ് നമ്മൾ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് നമ്മൾ മഴ കൊണ്ടുപോയി. അപ്പോൾ ഇത്രയോളം ഇന്നത്തെ വീഡിയോ. ബൈ.